ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. പലപ്പോഴും നമ്മൾ LGS, VFA, LDC, ഡിഗ്രി ഇതൊക്കെ പഠിക്കുന്നവർക്ക് നമ്മൾ +1 +2 മെയിനായിട്ട് സയൻസ് എടുത്തിട്ടുള്ളവരല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഈ സയൻസ് സബ്ജക്ട്സ് ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ട് ഉണ്ടാകാം. കാരണം നമ്മുടെ സിലബസിൽ പറയുന്ന പല പോർഷൻസ് ലൈക്ക് ലൈറ്റിന്റെ, ഇപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ലൈറ്റിന്റെ ഫിനോമിനാസ്, അതിന്റെ ഇപ്പോൾ ലെൻസ്, മിറർ, ഇതിന്റെ ഇക്വേഷൻസ്, അതിന്റെ ഓരോ ഇമേജ് ഫോർമേഷൻസ് അല്ലേ, അതായത് ഈ പറയുന്ന രീതിയിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എങ്ങനെ എന്നുള്ള രീതിയിൽ കുറേയധികം കേസസും കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കാനുണ്ട്. ഓരോ മിറർ എടുത്താലും ലെൻസ് എടുത്താലും എങ്ങനെയാണ് ഓരോ സ്ഥലത്തെ സ്ഥാനം അടിസ്ഥാനമാക്കി നമ്മളൊരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ SCRT ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, SCRT നിങ്ങൾക്ക് ഇത് വെറും PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഞങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റിൽ ഇല്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, PYക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്ഥിരം കാണുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ സയൻസ് എന്ന് പറയുന്ന വിഷയം ടഫായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു മേഖല കംപ്ലീറ്റ് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ സിലബസ് നോക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, VFA ആയിക്കോട്ടെ, നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് എന്താണ് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് മാത്സ്. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു LGS ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ സയൻസ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഇതൊക്കെ സബ്ജക്റ്റ് അല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അതൊക്കെ എന്തോരം ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് വരുന്നു പോലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ മാസത്തിൽ ഓരോ കാര്യങ്ങളുണ്ട്. ഇനി ഏത് വർഷത്തെ കാര്യമാണ് അവർ ചോദിക്കണേന്ന് അറിയില്ല. സോ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതല്ലേ സബ്ജക്ട് വൈസ് ഉള്ള കാര്യങ്ങൾ. സോ സബ്ജക്ട് വൈസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം നല്ലൊരു സ്കോറിംഗിലേക്കൊക്കെ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ 20 മാർക്കിൽ ഒരു 15-16 മാർക്കെങ്കിലും സേഫ് ആക്കാനുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് കറണ്ട് അഫയേഴ്സിന്റെ കൂടെ തന്നെ ഈ പറയുന്ന രീതിയിൽ സയൻസ്, സോഷ്യൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് SCRT പറഞ്ഞത് കൃത്യമായിട്ട് എടുത്ത് പഠിച്ച് അതിന്റെ കൂടെ വേണ്ടതും കൂടെ പഠിച്ച് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ്ങിലോട്ട് എത്താൻ പറ്റും. ട്രസ്റ്റ് മീ, ഇത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഞാൻ ഈ പറയാം, കെമിസ്ട്രി ഒക്കെ നിങ്ങൾ പഠിച്ചെടുക്കണം എളുപ്പത്തിൽ, സയൻസ് എങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ സ്വയം പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം റെഫർ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ചാപ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റെഫർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങളുണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്ത് സമയം കളയണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതിനുള്ള ടൈം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ SCRT ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അത് മാർച്ച് 15 ഞാൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രയും നമ്മൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ SCRT ഒക്കെ വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് വൃന്ദാവൻ PSC വേൾഡ് എന്ന് തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അത് സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം, ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ഓഫ് ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് കോഴ്സ് പർച്ചേസ് ചെയ്തവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു പോർഷനാണ്. നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്നത് ഇഫക്റ്റീവ് ആകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ പാഠഭാഗം നമുക്ക് സയൻസിൽ വരുന്നത് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ആസിഡുകളും ബേസുകളും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഓരോന്നും നോക്കണം. ഓക്കെ, എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട് ഇതിൽ, നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ പറയണതാണ്. കാരണം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് പോലെ തന്നിട്ട് എന്ത് കളർ അങ്ങനത്തെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു റെയർ ആയിട്ട് ഞാൻ കണ്ടു കുറച്ച് പേപ്പറുകളിൽ. അപ്പോൾ ഒന്നും മനസ്സിലാക്കിയിരിക്കാം. അതായത് 8 ഗ്ലാസ്സുകൾ, ഈ 8 ഗ്ലാസ്സുകളിൽ കുറച്ച് പതിമുഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്, ഏതാണ്ട് ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, ഒരു ഓറഞ്ച് കളറിലുള്ള സംഭവമാണ്. നമ്മൾ കുളത്തിലൊക്കെ ഇടാറുണ്ട്, പൊടിയിലുണ്ടാവാറുണ്ട് ഈ സാധനം. അപ്പോൾ ഈ പതിമുഖ വെള്ളം എന്ത് ചെയ്തു, നിങ്ങൾ ഇപ്പോൾ 8 ഗ്ലാസ്സിൽ എടുക്കാന്ന് വയ്ക്കും. അവയിലേക്ക് ഇപ്പോൾ ഓരോ 8 ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, ഈ ഓരോ ഗ്ലാസ്സിലും ആദ്യത്തെ ഇതിലെല്ലാത്തിലും പതിമുഖത്തിന്റെ ഇതുണ്ട് കേട്ടോ. അതിലേക്ക് ആദ്യത്തേൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു, ഇത്ര ഡ്രോപ്പ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നത്തിൽ നാരങ്ങ നീര്, പിന്നത്തിൽ അപ്പക്കര ലായനി, പിന്നെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, മോര്, പുളിവെള്ളം, ചാരം കലക്കിയ വെള്ളം, ഇങ്ങനെ 8 ഗ്ലാസ്സുകളിലായിട്ട് ഈ പതിമുഖ വെള്ളത്തിന്റെ കൂടെ ഇതിനെ 2-3 ഡ്രോപ്പ് ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനാഗിരി, അതുപോലെ നാരങ്ങാ നീര്, പുളിവെള്ളം, ഇത്രയും ചേർത്ത പതിമുഖ വെള്ളത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ആ പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയായിട്ടുണ്ടാവും. ഓക്കെ, മഞ്ഞയായിട്ടുണ്ടാവും. പുളിരുചിയുള്ള പദാർത്ഥങ്ങൾക്ക് പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കാൻ കഴിയും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ചില ആസിഡുകൾ അടങ്ങിയത് കൊണ്ടാണ് അവയ്ക്ക് എന്ത് പുളിരുചി ഉള്ളത് അല്ലെ. അപ്പോൾ ആ ആസിഡ് സംഭവം വന്നതുകൊണ്ടാണ് ഈ പതിമുഖ വെള്ളം എന്തായി മാറി, മഞ്ഞ കളറായി മാറി. അപ്പോൾ
ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇതിപ്പോൾ അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ ചേർത്തപ്പോഴല്ലേ ഇങ്ങനെ കണ്ടത്. അതേസമയം പതിമുഖ വെള്ളം എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി നമുക്കൊരു ന്യൂട്രൽ സ്വഭാവമുള്ളതാണ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, നേരിയ അസിഡിക് അല്ലെങ്കിൽ ന്യൂട്രൽ സ്വഭാവം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഈ പറയുന്ന രീതിയിൽ ആസിഡ് സ്വഭാവമുള്ളവരെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു മഞ്ഞ കളറിലേക്ക് അല്ലെങ്കിൽ ഒരു ചുവപ്പ് ആ ഒരു കളറിലോട്ട് മാറുമെങ്കിൽ ഈ പറയുന്ന അപ്പക്കര ലായനി പോലെ അതൊരു കടും വയലറ്റ് അല്ലെങ്കിൽ കടും നീല നിറത്തിലേക്ക് മാറും. അതായത് കുറച്ചും കൂടെ അതെന്താവും, നല്ലോണം ആൽക്കലൈൻ നേച്ചറിലോട്ട് മാറും. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലിറ്റ്മസ് പേപ്പർ എന്താണ് ഇതിരിക്കുന്നത്. നോക്കാം അവിടെ. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. സോ നമ്മൾ ലിറ്റ്മസ് പേപ്പർ അസിഡിറ്റിയും ആൽക്കലൈൻ നേച്ചറും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് നമുക്കറിയാം. എന്താണ് ആക്ച്വലി ലിറ്റ്മസ് പേപ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് എന്ത്, ലിറ്റ്മസ്. ഇറ്റ്സ് എ ഡൈ. ഓക്കെ, ഇത് നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. നമുക്ക് ഒരു പദാർത്ഥം അത് ആസിഡ് നേച്ചർ ഉള്ളതാണോ അല്ലെങ്കിൽ അസിഡിക് നേച്ചർ ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചർ ഉള്ളതാണോ എന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ലിറ്റ്മസ് പേപ്പർ. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്താണ്, ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടിയിട്ട് ലിറ്റ്മസ് പേപ്പർ, അതായത് ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടിയാൽ ലിറ്റ്മസ് പേപ്പർ ആവും, വെള്ളത്തിൽ ലയിപ്പിച്ചാൽ ലിറ്റ്മസ് ലായനി ആകും. നീല, ചുവപ്പ് നിറങ്ങളിൽ ഉള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിട്ടുള്ളവയിൽ എന്തായിരിക്കും ലിറ്റ്മസ് പേപ്പർ കൊണ്ടുണ്ടാവുന്ന റിയാക്ഷനുകൾ? ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, കാരണം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആദ്യം സോപ്പ് വെള്ളം. സോപ്പ് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ സോപ്പ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഈ പറയുന്ന പോലെ ആൽക്കലൈൻ നേച്ചറുള്ള ഒരു സാധനമാണ് അല്ലെ? ആൽക്കലൈൻ നേച്ചറുള്ള ഒരു സാധനമാണ്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്ലൂ ലിറ്റ്മസ് ഉണ്ട്, റെഡ് ലിറ്റ്മസ് ഉണ്ട്. ഇതിൽ സോപ്പ് വെള്ളം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, സോപ്പ് വെള്ളം നോക്കുകയാണെങ്കിൽ അത് ആൽക്കലൈൻ നേച്ചറുള്ള ഒരു സാധനം അല്ലെ? അപ്പോൾ അത് എന്ത് കളറാക്കിയിട്ടുണ്ടാവും? ബ്ലൂ ലിറ്റ്മസിനെ അത് എന്താക്കിയിട്ടുണ്ടാവും? നമുക്കറിയാം സോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ബേസ് ആണ്, അതായത് ആൽക്കലൈൻ നേച്ചറുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള അപ്പക്കര ലായനിയും എന്താണ്, ആൽക്കലൈൻ നേച്ചറുള്ളതാണ്. സോ ബ്ലൂ ലിറ്റ്മസിൽ ഇതിന് എന്താണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇവ രണ്ടും അത് തന്നെ ആയതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണിക്കില്ല. പക്ഷെ നിങ്ങൾ കഴിഞ്ഞാൽ റെഡ് ലിറ്റ്മസിനെ എന്താക്കും, ഇത് ബ്ലൂ ആക്കും. ഓക്കെ, ഇതിനെ ബ്ലൂ ആക്കും. മനസ്സിലായോ? ഇനി അടുത്തത് നാരങ്ങാനീര്. നാരങ്ങാനീര് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാരങ്ങാനീര് എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ഉള്ളതാണ്. അത് ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കും, ചുവപ്പാക്കും. അതേസമയം റെഡ് ലിറ്റ്മസിനെ അങ്ങനെ തന്നെ നിർത്തും. ഓക്കെ, ഇനി വിനാഗിരി, അതും അസിഡിക് ആണ്. അപ്പൊ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും, ഇത് എന്ത് ചെയ്യും, റെഡ് ആയിട്ട് തന്നെ തുടരും. മാറ്റമൊന്നുമില്ല അല്ലെ? ഇവിടെ മാറ്റമില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മോര് എന്ന് പറയുന്നത് എന്താണ്, ആസിഡിക് ആണ്. സോ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും, ഇവിടെ മാറ്റമൊന്നുമില്ല. പുളിവെള്ളം അതെന്താണ്, ആസിഡിക് നേച്ചർ ഉള്ളതാണ്. അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും, ഇവിടെ റെഡ് ലിറ്റ്മസിന് മാറ്റമൊന്നുമില്ല. പിന്നെയുള്ളത് തെളിഞ്ഞ ചാരവെള്ളം എന്ന് പറയുന്നത് എന്താണ്, അത് ആൽക്കലൈൻ നേച്ചർ ഉള്ളതാണ്. സോ ബ്ലൂ ലിറ്റ്മസിനെ ബ്ലൂ ആയിട്ട് തന്നെ തുടരും അല്ലെ? വ്യത്യാസമൊന്നും വരത്തില്ല. റെഡ് ലിറ്റ്മസിനെ എന്താക്കും, ബ്ലൂ ആക്കും. പിന്നെ ഇവിടെ ഒരു തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ഉണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി തോന്നുന്നു. അതും ആൽക്കലൈൻ നേച്ചർ ഉള്ളതാണ്. അത് ബ്ലൂവിനെ ബ്ലൂ ആയിട്ട് തന്നെ തുടരും, റെഡ് ലിറ്റ്മസിനെ എന്താക്കും, ബ്ലൂ ആക്കും. അതായത് നിങ്ങൾക്ക് മനസ്സിലായി, ആസിഡിക് നേച്ചറുള്ള സംഭവത്തിനെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കുകയാണെങ്കിൽ, ആസിഡ് ഗുണമുള്ള അല്ലെങ്കിൽ ആസിഡ് ക്വാളിറ്റി കാണിക്കുന്ന ഒരു സബ്സ്റ്റൻസിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കുകയാണെങ്കിൽ ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ അത് റെഡ് ആക്കും. റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കുകയാണെങ്കിൽ അവിടെ മാറ്റം വരുത്തണോ? വേണ്ട. സോ അതായിട്ട് തന്നെ തുടരും, മാറ്റമൊന്നും ഇല്ല കളറിൽ. ഇനി ഒരു ആൽക്കലൈൻ നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസിനെ നിങ്ങൾ മുക്കുകയാണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ അത് ബ്ലൂ ആയിട്ട് തന്നെ നിലനിർത്തും, കാരണം മാറ്റമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ റെഡ് ആണ് മുക്കണമെങ്കിലോ അത് ബ്ലൂ ആക്കും. ഈ ഒരു ഐഡിയ ഉണ്ടാവണം. നമുക്ക് തരുന്ന സംഭവങ്ങൾ ആൽക്കലൈൻ നേച്ചറുള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ള അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളും ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസുകളും ആണ്. ഓക്കെ, ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഡൗട്ട്, ബേസ് എന്നും പറയുന്നുണ്ട്, ആൽക്കലൈൻ എന്നും പറയുന്നുണ്ട്. രണ്ടും സെയിം ആണോ അല്ല രണ്ടും ഡിഫറൻസ് ആണോ? അതിന് നമ്മളിപ്പോൾ ഓറും, അതായത് നമ്മൾ മിനറൽ ഓർ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നില്ലേ? എല്ലാ ഓറുകളും മിനറൽസ് ആണ്, ബട്ട് എല്ലാ മിനറൽസും എന്തല്ല, ഓറല്ല. നിങ്ങൾക്കറിയാലോ, ഞാനത് ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബേസസിന്റെയും ആൽക്കലൈൻ നേച്ചറിന്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബേസസ് ആൻഡ് ബേസുകൾ അല്ലെങ്കിൽ അത് പിന്നെ ആൽക്കലീസ്. ഓക്കെ, നമുക്കറിയാം ആസിഡുകളെ നിർവീര്യമാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ആൽക്കലൈൻ നേച്ചറുമായിട്ട് കൂട്ടിച്ചേർത്താൽ മതി അല്ലെ? അങ്ങനെ നിർവീര്യമാക്കാൻ കഴിവുള്ളവയാണ് എന്ത്, ബേസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആസിഡുകളെ നിർവീര്യമാക്കാൻ കഴിവുള്ള, അതായത് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിവുള്ള സംഭവങ്ങളാണ് എന്ത്, ബേസുകൾ എന്ന് പറയുന്നത്. ഇവ വെള്ളത്തിൽ ലയിക്കാതെയും ഇരിക്കാം. അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ആസിഡിനെ നിർവീര്യമാക്കാൻ കഴിവുള്ള ആളാണ് ബേസ്. പക്ഷെ ആ ബേസ് എങ്ങനെ ആയിരിക്കാം? ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കാൻ കഴിവുള്ള ബേസുകളായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, വെള്ളത്തിൽ ലയിക്കാത്തവ ആയിരിക്കാം. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിളുകളൊക്കെ ഉണ്ട് ബേസസിന്. ഇനി
നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആൽക്കലി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവ വെള്ളത്തിൽ ലയിക്കുന്ന ബേസുകളായിരിക്കണം. ഇത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാകും, ഇത് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാകും. അപ്പോൾ എന്താണ്, വെള്ളത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മിനറൽ ഓർ എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലെ തന്നെ ആസിഡും ബേസിന്റെയും ഡിഫറൻസ് മനസ്സിലായോ? അതായത് എല്ലാ ആൽക്കലീസും എന്താണ്, ബേസസ് ആണ്. പക്ഷെ എല്ലാ ബേസസും എന്തല്ല, ആൽക്കലീസ് അല്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ലിറ്റ്മസിന് പകരക്കാരനുണ്ടോ? ലിറ്റ്മസിന് പകരം വേറൊരു സംഭവം നോക്കാം. അതായത് ഒരു വെള്ളക്കടലാസിന്റെ ഇരുവശത്തും ചുവന്ന ചെമ്പരത്തിപ്പൂവ് നന്നായി ഉരച്ച് പിടിപ്പിക്കുക. പേപ്പറിന്റെ നിറം എന്താകും, നീലയാകും. ഒരു വെള്ളക്കടലാസിൽ നിങ്ങൾ ചെമ്പരത്തിപ്പൂവ് ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ നിറം നീലയാകും. ഈ പേപ്പർ ഉണക്കിയെടുത്ത് മുറിച്ച് നീല ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. ഇപ്പോൾ ലൈക്കന്റെ സത്ത് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ലിറ്റ്മസ് പേപ്പർ. അതിന് പകരം എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ പേപ്പറിന്റെ നിറം നീലയായിട്ട് നമുക്ക് ഒരു ബ്ലൂ ലിറ്റ്മസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു വെള്ളക്കടലാസ് എടുത്ത് അതിൽ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഉരയ്ക്കുക. അപ്പോൾ എന്താണ്, പേപ്പറിന്റെ നിറം നീലയാകും. ഇത് ഉണക്കിയെടുത്താൽ നമുക്ക് ബ്ലൂ ലിറ്റ്മസ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ മുക്കി നോക്കിയാൽ ഈ പേപ്പറിന്റെ നിറം എന്തായിട്ട് മാറും, ചുവപ്പായിട്ട് മാറും. ഇങ്ങനെ ചുവപ്പായി മാറിയ പേപ്പർ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പകരമായി ഉപയോഗിക്കാം. ഓക്കെ, അതായത് ഈ നിങ്ങൾ തയ്യാറാക്കിയ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചെമ്പരത്തിപ്പൂ വരച്ച്, നിങ്ങൾ ഒരു വെള്ളക്കടലാസിൽ ചെമ്പരത്തിപ്പൂ വരച്ച് അത് ബ്ലൂ കളറായി അതിനെ ഉണക്കിയെടുത്ത് നിങ്ങൾ ബ്ലൂ ലിറ്റ്മസ് ആയി ഉപയോഗിക്കുന്നു. അങ്ങനത്തെ രണ്ടെണ്ണം നിങ്ങൾ കൈ വെച്ചു, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ രണ്ടെണ്ണം. ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ ഒരെണ്ണം എടുത്ത് നിങ്ങൾ ആസിഡിൽ മുക്കി. ആസിഡിൽ മുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ബ്ലൂ ടേൺസ് ടു റെഡ്, അല്ലെ, റെഡ് ആയി മാറി. ഇനി ഇതെന്തായി മാറി, റെഡ് ലിറ്റ്മസ് പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. സോ നിങ്ങൾക്ക് ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ കീ കോൺസെപ്റ്റ്സ്, നമ്മുടെ ഒരു ബേസ് നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതായത് എന്ത് ചോദ്യം വന്നാലും, കെമിസ്ട്രിയുടെ ഒക്കെ ഒരു ഇരുന്ന് വന്നാലും അതൊക്കെ ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാക്കണ്ട. കാരണം ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ബേസിക് കോൺസെപ്റ്റ്സ് അല്ലേ. ഓക്കെ, നമുക്ക് പഠിക്കാൻ പറ്റാത്ത എന്തോരം കാര്യങ്ങളുണ്ട്, വേറെ കണ്ടന്റ്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. സോ ഇതൊക്കെ എളുപ്പത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്? നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. അതായത് ലിറ്റ്മസ് പേപ്പർ എന്താണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ്. കളേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതായത് കളർ മാറുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു പദാർത്ഥം ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇങ്ങനെയുള്ളതാണ് എന്ത്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലബോറട്ടറി സൂചകങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലബോറട്ടറിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സൂചകങ്ങളാണ് ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ചും. ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ, കാരണം ഇത് ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓക്കെ, ലബോറട്ടറിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ പറയുന്ന ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ചും. കണ്ടോ, ഇതിൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളതില്ല. ഓക്കെ, ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവ രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു പദാർത്ഥം ഇതിൽ മുക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ അതിന് നിറം മാറ്റം ഉണ്ടാകും. അതിനനുസരിച്ച് നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയാൻ പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടില്ല, നമ്മൾ പക്ഷെ എന്ത് ചെയ്യണം, ആ റിസൾട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ റിസൾട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഏതെങ്കിലും ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് തന്നിട്ട് ചോദിക്കും. കാരണം കെമിസ്ട്രി ഇതിൽ ടഫായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ LDC VFA ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിലേ ചോദിക്കുള്ളൂ കെമിസ്ട്രി ഒക്കെ. നിങ്ങൾ ഇക്വേഷൻ ഒക്കെ വെച്ച് ചോദിച്ചാൽ കണ്ടോ, അസിസ്റ്റന്റ് സെയിൽസ്മാനെ പോലും അവർ പ്രത്യേക രീതിയിലൊക്കെ ചോദിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ PYQ നല്ലോണം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കെമിസ്ട്രി അത്യാവശ്യം ടഫായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു മേഖല ടഫായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, എന്താണ് നിറം മാറ്റം സംഭവിക്കാം? വിനാഗിരി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിനോഫ്താലിന് വിനാഗിരിയിൽ പ്രത്യേകിച്ച് എന്തില്ല, നിറം മാറ്റം ഇല്ല. ഇനി മീഥൈൽ ഓറഞ്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് എന്തായിട്ടുണ്ടാവും, ഓറഞ്ച് റെഡ് ആയിട്ടുണ്ടാവും. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫിനോഫ്താലിനിൽ അത് പിങ്ക് നിറമായിരിക്കും കാണിക്കുക. ഇവിടെയോ മീഥൈൽ ഓറഞ്ചിൽ മഞ്ഞ നിറമായിരിക്കും കാണിക്കുക. നാരങ്ങാ നീരിന് ഫിനോഫ്താലിനിൽ നിറമില്ല. ഓക്കെ, ഇനി മീഥൈൽ ഓറഞ്ചിലോ ഓറഞ്ച് ആയിരിക്കും. ഇനി സോപ്പ് വെള്ളം, അതും എന്ത് കാണിക്കും, ഫിനോഫ്താലിനിൽ പിങ്ക് നിറമായിരിക്കും കാണിക്കുക. എന്നാൽ മീഥൈൽ ഓറഞ്ചിലോ മഞ്ഞ നിറമായിരിക്കും കാണിക്കുക. തെളിഞ്ഞ അപ്പക്കാര ലായനിയിലോ, അതായത് തെളിഞ്ഞ അപ്പക്കാര ലായനിയിൽ നിങ്ങൾ ഒരു 2-3 ഡ്രോപ്പ് ഫിനോഫ്താലിൻ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് കാണിക്കും, പിങ്ക് കാണിക്കും. മീഥൈൽ ഓറഞ്ചിലോ യെല്ലോ കാണിക്കും. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അതൊന്ന് ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഫിനോഫ്താലിൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഓരോ സബ്സ്റ്റൻസിൽ, അതായത് നമുക്ക് ആസിഡിക്, ബേസ്, ന്യൂട്രൽ, ഈ പറയുന്ന സബ്സ്റ്റൻസിലാണ് എന്ത് മാറ്റമുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് ഇപ്പോഴേ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ഒട്ടും പോയില്ല കേട്ടോ ഈ ഒരു മേഖലയിൽ നിന്ന്. ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഒരിക്കലും മറക്കില്ല. ബേസ് ആയിട്ടുള്ള ഒരു സംഭവത്തിലാണ് എങ്കിൽ അത് പിങ്ക് നിറമാകും. അല്ലെങ്കിൽ ഓൾറെഡി ഇതിനൊരു റിസൾട്ട് ഉണ്ട് അല്ലെ. ഫിനോഫ്താലിൻ ഒഴിച്ചാൽ എന്ത് കളറാകും, മീഥൈൽ ഓറഞ്ച് ഒഴിച്ചാൽ എന്ത് കളറാകും. ആ റിസൾട്ടുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇനി ഏത് ലെവൽ ഓഫ് എക്സാമിന് ചോദിച്ചാലും നിങ്ങളിത് മറക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് സ്വയം അറിയാവുന്ന കുറെ ബേസുകൾ ഉണ്ടല്ലോ, ലൈക്ക് സോപ്പ് വെള്ളം, ചുണ്ണാമ്പ് വെള്ളം, ഇതൊക്കെ ക്ഷാര ഗുണമുള്ളതാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ആൽക്കലൈൻ നേച്ചർ ഉള്ളതാണ് ഇതൊക്കെ.
പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വിനാഗിരി, പുളി ഇതൊക്കെ എന്താണ് ആസിഡിക് നേച്ചർ ഉള്ളതാണ്. ഇത് തന്നാൽ ഫിനോഫ്താലിൻ എന്ത് കാണിക്കും, മീഥൈൽ ഓറഞ്ചിൽ എന്ത് കാണിക്കും എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബേസ് ആണെങ്കിൽ അത് ഫിനോഫ്താലിൻ കാണിക്കുന്ന കളർ പിങ്ക് ആണ്. ഇനി ആസിഡിക് നേച്ചർ ഉള്ളതാണെങ്കിൽ അതെന്തായിരിക്കും, നിറം മാറില്ല. ഇനി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഭവം ആണെങ്കിൽ എന്ത് തന്നെയാണ്, നിറം മാറില്ല. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നിറം മാറില്ല എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് ന്യൂട്രൽ ആണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലെ, ഒരു സംശയം നമുക്ക് സ്വാഭാവികമായി ചോദിക്കാം. പക്ഷെ ഫിനോഫ്താലിൻ കാണിക്കുന്നത് അങ്ങനെയാണ്, അതിന്റെ റിസൾട്ട് അങ്ങനെയാണ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം അസിഡിറ്റി ഉള്ള സാധനങ്ങളാണ് എന്ത്, ഈ പറയുന്ന രീതിയിൽ വിനാഗിരിയും അതുപോലെ തന്നെ നാരങ്ങാനീരും എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അതാണ് ഈ പറയുന്ന രീതിയിൽ ഉള്ള സംഭവം ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് മീഥൈൽ ഓറഞ്ച് ആണ്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഇതേപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ബേസിക് സ്വഭാവമുള്ള സംഭവമാണ്, ഒരു സബ്സ്റ്റൻസ് ആണ്, അതിലേക്കാണ് ഈ മീഥൈൽ ഓറഞ്ച് ഒഴിക്കണമെങ്കിൽ അത് യെല്ലോ കളർ ആകും. അതുകൊണ്ടാണ് സോപ്പ് വെള്ളവും ചുണ്ണാമ്പ് വെള്ളവും ഒക്കെ മഞ്ഞ നിറം കാണിച്ചത്. ഇനി ആസിഡ് സ്വഭാവമുള്ളതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് റെഡ് കളർ കാണിക്കും. ഓക്കെ, ഇനി ന്യൂട്രൽ സ്വഭാവമുള്ള ഓറഞ്ച് കളറായിരിക്കും കാണിക്കുക. ഈ റിസൾട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ഒരു സംഭവം എന്ത് ചെയ്യില്ല, മറക്കില്ല. സോ ഇങ്ങനെ വേണം നിങ്ങൾ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും പഠിക്കാൻ. ഓക്കെ, നിങ്ങൾ ഇനി അങ്ങോട്ട് ഈ SCERT കണ്ടന്റ് ആണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറേയധികം കാര്യങ്ങൾ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറേ ബോക്സുകളും റിസൾട്ടുകളും ഒക്കെ ഈ ടെക്സ്റ്റിലുണ്ട്. നമ്മൾ വെറുതെ വിചാരിക്കും ഈ ടെക്സ്റ്റിൽ ഈ സംഭവങ്ങളൊക്കെ വായിച്ച് പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇതിൽ പക്ഷേ റിസൾട്ട് ഇല്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് ഇതിന്റെ റിസൾട്ട്, ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റിൽ കാണിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ എന്താണ്, നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് പഠിക്കണം അല്ലെ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ടെക്സ്റ്റ് വെറുതെ വായിച്ചുകൊണ്ട് PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ ചെയ്തത് അതാണ്. എക്സ്ട്രാ വേറെയും കുറെ സംഭവം റെഫർ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ടുള്ള അറിവായിരിക്കും ബേസും ആൽക്കലൈനും തമ്മിലുള്ള ഡിഫറൻസ് ഇതായിരുന്നു എന്നുള്ളത് ചിലർക്ക് നേരത്തെ അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് സബ്ജക്ട് എന്ന് പറയുന്നത് ടഫ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് സയൻസ് എളുപ്പമാവും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള മാർക്സ് കംപ്ലീറ്റ് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ലൈക്ക് സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ഓൾറെഡി റിട്ടൺ ആൻഡ് പ്രൂവൻ ഫാക്ട്സുകൾ ഉണ്ട് കുറെ അല്ലെ. അപ്പോൾ ആ റിസൾട്ടുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മറക്കില്ല. ഓക്കെ, ഇങ്ങനെ വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള SCERT ക്ലാസ്സുകൾ ഓരോ ചാപ്റ്ററും ഇൻ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ളത്. കാരണം ഇനി ഞാൻ LGSന്റെ PYQ സീരീസ് മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വൃന്ദാവൻ PSC വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡ് നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്താൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കോഴ്സിനെ കുറിച്ചുള്ളത് പറയാം. മാർച്ച് 15 ലാസ്റ്റ് ഡേറ്റ്. കംപ്ലീറ്റ് നിങ്ങൾക്ക് എക്സാം വരെ ഫുൾ വാലിഡിറ്റി കിട്ടുന്ന തരത്തിൽ. സോ നിങ്ങൾക്ക് മാർച്ച് 15 മാക്സിമം ചേരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.